ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ഹീബ്രൂസ് 1-10 വരെയുള്ള അധ്യായങ്ങളിൽ ഉപദേശകരമായ വചന സത്യങ്ങൾ വിശദീകരിച്ച ശേഷം 11-ാം അധ്യായത്തിൽ നമ്മെ വിശ്വാസത്തിൻ്റെ പ്രായോഗിക വശങ്ങളിലേക്ക് ലേഖകൻ കൊണ്ടുപോവുകയാണ്. ആപ്ലിക്കേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഫെയ്ത്ത് അഥവാ വിശ്വാസം എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ കുറിച്ചുകൊണ്ടാണ് ഈ 11-ാം അധ്യായം തുടങ്ങുന്നത്. നമുക്ക് 11-ാം അധ്യായം 1-2 വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ 1-ാം വാക്യം ചെറുപ്പം മുതൽ നമ്മൾ കാണാതെ പഠിക്കുന്ന ഒരു വാക്യമാണല്ലോ. ഫെയ്ത്ത് ഈസ് കോൺഫിഡൻസ് ഇൻ വാട്ട് വി ഹോപ്പ് ഫോർ ആൻഡ് അഷുറൻസ് അബൌട്ട് വാട്ട് വി ഡു നോട്ട് സീ. വിശ്വാസം ദൈവവചനത്തിൽ ഉറപ്പുള്ള ഒരു അടിസ്ഥാനമാണ്. ജോൺ 20:29 യേശുക്രിസ്തു പറഞ്ഞു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. വിശ്വാസത്താൽ ഭാവി കാര്യങ്ങൾ ദൈവകരങ്ങളിൽ ധൈര്യത്തോടെ ഏൽപ്പിക്കുന്ന ഒരാൾക്ക് അത് വർത്തമാനകാലമായി മാറുന്നു. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കണ്ടതുപോലെ വിശ്വസിക്കുക, ഇതാണ് വിശ്വാസം. ഉറപ്പ് എന്ന വാക്ക് വിശ്വാസം ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് കുറിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് നമുക്കിത് സാധ്യമായി. വിശ്വാസത്താൽ ഇസാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. തൻ്റെ പിതാവ് അബ്രഹാമിൻ്റെ വിശ്വാസം കാക്കാൻ പരിപൂർണ സമ്മതത്തോടെ തൻ്റെ ജീവനെ ഒരു യാഗമായി അർപ്പിപ്പാൻ അനുസരിച്ച ഇസഹാക്കിൻ്റെ വിശ്വാസം ഒരു പരീക്ഷയിൽപ്പെട്ടത് തൻ്റെ മൂത്ത മകൻ ഏശാവിൻ്റെ അനുഗ്രഹങ്ങൾ തൻ്റെ രണ്ടാമത്തെ കൗശലക്കാരനായ മകൻ യാക്കോബ് തട്ടിയെടുത്തപ്പോൾ ആണ്. തൻ്റെ അമളി മനസ്സിലാക്കിയപ്പോൾ യാക്കോബിനെ ശപിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തം യാക്കോബിലൂടെയാണ് എന്ന വിശ്വാസത്താൽ മനസ്സിലാക്കി പ്രവർത്തിച്ചു. ഇവിടെ ദൈവഹിതം അറിയുമ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ചതല്ലെങ്കിലും അതനുസരിച്ച് നാം മുമ്പോട്ട് പോകണമെന്നാണ് ഐസക്കിൻ്റെ വിശ്വാസത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. 21-ാം വാക്യം വായിക്കുന്നു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കൽ ജോസഫിൻ്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തൻ്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. ഗോത്രപിതാക്കന്മാർ സാധാരണ തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്നത് തങ്ങളുടെ മരണം അടുത്തു എന്ന് തോന്നുമ്പോഴാണ്. അതുപോലെ 147 വയസ്സുള്ള യാക്കോബ് 12 മക്കളോടുകൂടെ തൻ്റെ പ്രിയപുത്രനായ ജോസഫിൻ്റെ 2 മക്കളായ മനസ്സെയും എഫ്രൈമിനെയും അനുഗ്രഹിക്കുന്നു. ജനസിസ് 48 3-4 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കണം. യാക്കോബ് ജോസഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്ത് ഉള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോട്, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ഈ ദേശം ശാശ്വതമായി കൊടുക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. തൻ്റെ അപ്പനായ ഇസഹാക്കിനെ കളിപ്പിച്ച് തൻ്റെ ജ്യേഷ്ഠൻ ഏശാവിൻ്റെ അനുഗ്രഹങ്ങൾ തട്ടിയെടുത്ത യാക്കോബ് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ സ്ഥലമായ ഹാരാനിലേക്ക് ഓടിപ്പോകുന്ന വഴിക്ക് ലൂസ് എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് സംഭവിച്ചത്. ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്, ലൂസ് എന്ന് പറയുന്ന സ്ഥലമാണ് ബഥേലായിട്ട് മാറിയത്. രണ്ടാമത്, ജേക്കബ് തൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് താനും തൻ്റെ കുടുംബവും എല്ലാം ഈജിപ്തിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എന്നാൽ ദൈവം തനിക്ക് ബഥേലിൽ വെച്ച് തന്ന ആ വാഗ്ദത്തങ്ങൾ തൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിച്ചില്ല എങ്കിലും തൻ്റെ തലമുറയിലൂടെ അത് നടക്കുമെന്ന് യാക്കോബ് പരിപൂർണമായി വിശ്വസിച്ചു. വേറെ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് യാക്കോബിൻ്റെ വടിയിൽ ചാരിയുള്ള നിൽപ്പാണ്. അങ്ങനെയാണ് അദ്ദേഹം കൊച്ചുമക്കളെ അനുഗ്രഹിക്കുന്നത്. ഇത് ഹാരാനിൽ നിന്നും തിരികെ തൻ്റെ സ്വന്തം ദേശത്തേക്ക് വരുന്ന വഴി തൻ്റെ സഹോദരനായ ഏശാവിനെ ഭയന്ന് തൻ്റെ കുടുംബത്തെയും തനിക്കുള്ള എല്ലാത്തിനെയും യാബോക്ക് നദിയുടെ അക്കരെ വിട്ട ശേഷം പെനീൽ എന്ന സ്ഥലത്ത് രാത്രി കഴിച്ചപ്പോൾ ഒരു ദൈവദൂതനുമായി തന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ താൻ വിടുകയില്ല എന്ന് പറഞ്ഞ് നേരം വെളുക്കുവോളം ഗുസ്തി പിടിച്ചുകൊണ്ടിരുന്നു. ആ ദൂതൻ യാക്കോബിൻ്റെ തൊടയുടെ തടം തൊട്ടതുകൊണ്ട് യാക്കോബിൻ്റെ ഹിപ്പ് ഉളുങ്ങിപ്പോയി. അന്ന് ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റി ഇസ്രയേൽ എന്നാക്കി.
ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു എന്ന് പറഞ്ഞ് യാക്കോബ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ഈ സ്ഥലം സുക്കോത്ത് എന്ന സ്ഥലത്തിന് അരികെ യോർദാൻ നദിയുടെ കിഴക്ക് യാബോക്ക് നദിയുടെ തെക്കുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുമൂലമാണ് തൻ്റെ കൊച്ചുമക്കളെ അനുഗ്രഹിച്ചപ്പോൾ യാക്കോബ് ഒരു വടിയിൽ ചാരി നിന്നത്. ദൈവദൂതനോട് ഗുസ്തി പിടിച്ചപ്പോൾ സംഭവിച്ചതാണ് ആ കാലിൻ്റെ ആ ഉളുക്ക്. ഇതും യാക്കോബിൻ്റെ വിശ്വാസം ചൂണ്ടിക്കാണിക്കുന്നു. ഇത് പെനേൽ എന്ന സ്ഥലത്ത് യാക്കോബിനെ അനുഗ്രഹിച്ചു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വടി പിടിച്ചുകൊണ്ടുള്ള ഈ നിൽപ്പ്. ദൈവത്തിന് സ്തോത്രം. കനാൻ ദേശത്ത് തന്നെ അടക്കണമെന്ന് ജോസഫിനോട് ആണയിട്ട് അദ്ദേഹം കൽപ്പിച്ചിരുന്നു. ഇത് നമുക്ക് ജനസിസ് 50:13 വായിക്കും. അവൻ്റെ പുത്രന്മാർ അവനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. മാമ്രോന് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടി വാങ്ങിയ ശംശാന ഭൂമിയായി ജന്മം വാങ്ങിയ മഖ്പേല എന്ന നിലത്തിലെ ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. പരദേശിയായി പാർത്തപ്പോൾ ആകപ്പാടെയുള്ള ഒരു ഭൂമിയാണ് തൻ്റെ താറായെ അടക്കുവാൻ വേണ്ടി വാങ്ങിച്ച ആ ഭൂമി. അത് ജനസിസ് 23:1-20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാം. ഐസക്ക്, ജേക്കബ്, റിബേക്ക, ലിയ ഇവരെല്ലാം ഈ സ്ഥലത്ത് തന്നെയാണ് അടയ്ക്കുന്നതെന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. 22-ാം വാക്യം ഞാൻ വായിക്കാൻ പോവുകയാണ്. വിശ്വാസത്താൽ ജോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു തൻ്റെ അസ്ഥികളെക്കുറിച്ച് കൽപ്പന കൊടുത്തു. ജോസഫ് തൻ്റെ പിതാവ് യാക്കോബ് തന്നോട് പറഞ്ഞ ദൈവവാഗ്ദത്തങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈജിപ്തിൽ നിന്നും വാഗ്ദത്ത നാടായ കാനാനിലേക്ക് ഇസ്രായേൽ മക്കൾ മടങ്ങിപ്പോകുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചും കൊണ്ട് തൻ്റെ അടക്കത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ സഹോദരന്മാർക്ക് നൽകിയിരുന്നു. ജനസിസ് 50:24-25 ഇത് നമുക്ക് കാണാം. അനന്തരം ജോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. 25 ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ഇടിയിപ്പിച്ചു. യാക്കോബ് പണ്ട് തന്നെ വാങ്ങിച്ച് തൻ്റേതാക്കിയ ഒരു സ്ഥലത്താണ് അടക്കാൻ കൊണ്ടുപോകുന്നതെന്ന് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇങ്ങോട്ടും റെഫറൻസ് ചെയ്യുമ്പോൾ ഈ വേദപുസ്തകം എത്ര സത്യമാണ്, ഇതിൽ എഴുതിയേക്കുന്നതൊക്കെ എൻ്റെ ദൈവമേ ഒരു പ്രാവശ്യമല്ല. ജനസിസ് നോക്കിയാലുണ്ട്, ആവർത്തന പുസ്തകത്തിൽ നോക്കിയാലുണ്ട്. ഇത് തന്നെ വീണ്ടും വീണ്ടും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ബിബ്ലിക്കലായിട്ട് ഉള്ള സത്യങ്ങൾ പ്രൂവ് ചെയ്യുകയല്ലേ. അത് നമ്മുടെ വിശ്വാസത്തെ എന്തുമാത്രം വർദ്ധിപ്പിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ജോസഫ് മരിച്ചത് ഏകദേശം 1800 BC കഴിഞ്ഞിട്ടാണ്. ഏകദേശം 400 വർഷം കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടത്. യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും വിശ്വാസ ജീവിതം നാം ഹൃദയത്തിൽ തൊട്ടപ്പോഴ് എൻ്റെ ശരീരം ഉൾക്കൊള്ളുന്ന പോലെയായി. അവരുടെ അടക്കുന്ന സ്ഥലം അവരെ തിരിച്ച് ഈജിപ്തിൽ കൊണ്ട് അടക്കണമെന്ന് പറയുന്നത് ആ വിശ്വാസം, അത് വിശ്വസിക്കാൻ വയ്യ. ഈജിപ്തിൽ ജീവിക്കുന്ന സമയത്താണ് ഇതൊക്കെ പറയുന്നത്. എന്നാൽ ഇത് നടക്കും എന്നുള്ള പരിപൂർണ വിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹീബ്രൂസിലെ ഇവരുടെ വിശ്വാസത്തെക്കുറിച്ച് എടുത്തെടുത്ത് പറയുന്നത്. നമുക്ക് ഇനി 23-ാമത്തെ വാക്യം വായിക്കാം. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ 1 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശയുടെ വംശാവലി മനസ്സിലാക്കുമ്പോൾ യാക്കോബിൻ്റെയും ലിയായുടെയും മകൻ ലേവിയുടെ മകൻ കോഹാത്തിൻ്റെ മകൻ ആമ്രാം. ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞത് വിശ്വാസത്തിൻ്റെ കാതലായ എബ്രഹാം, ജേക്കബ്, ഈ ലേവി പാരമ്പര്യത്തിൽ ജീവിച്ച മോശയുടെ മാതാപിതാക്കളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ്. യഹോവയിൽ വളരെയധികം ആശ്രയിച്ചിരുന്ന ഒരു മനുഷ്യരായിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. തങ്ങളെക്കാൾ ബാഹുല്യവും ശക്തിയും ഉള്ളവരായ എബ്രായ ജനം പെരുകിയിട്ട് തങ്ങളെ തന്നെ കീഴടക്കുമെന്ന് പേടിച്ച ഈജിപ്ഷ്യൻസ്, ഫറവോൻ രാജാവ് ഇബ്രായരെ അടിമകളാക്കി കഠിനവേല ചെയ്യിച്ചത് മാത്രമല്ല, അവരുടെ ജനസംഖ്യ കുറയ്ക്കുവാൻ വേണ്ടി അവർക്കുണ്ടാകുന്ന ആൺകുട്ടികളെ കൊല്ലുവാനും കൽപ്പന കൊടുത്തു. ഈ സമയത്താണ് മോശയുടെ അപ്പനായ ആമ്രാമിൻ്റെയും അമ്മയുടെയും വിശ്വാസം നാം കാണുന്നത്. മോശയിൽ അവർ കണ്ടത് സൗന്ദര്യം മാത്രമല്ല, പിന്നെയോ പറയാൻ പാടില്ലാത്ത രീതിയിൽ ശ്രദ്ധേയമായ വളരെ പ്രശംസനീയമായ
എന്തോ ഒരു ദിവ്യത ആ പൈതലിൽ അവർ കണ്ടു. ഇതിൽ തീർച്ചയായും വലിയ ദൈവ നടത്തിപ്പ് ഉണ്ടായിരുന്നു എന്നതിന് സംശയമില്ല. യഹോവയിൽ അവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ബുദ്ധിപൂർവം ഒരു ഞാങ്ങണപ്പെട്ടിയിൽ ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ ഫറവോന്റെ മകൾ കുളിക്കുന്ന സ്ഥലത്തിനരികെ കിടത്തി. പെങ്ങൾ മറിയം കാവൽ നിന്ന് ധൈര്യത്തോടെ വിവേകത്തോടെ ഇടപെട്ട് സ്വന്തം അമ്മയുടെ കയ്യിൽ തന്നെ മോശക്കുഞ്ഞിനെ ഏൽപ്പിച്ചു. ഇതിൽ നിന്നും മോശയുടെ മാതാപിതാക്കളുടെ അടിയുറച്ച വിശ്വാസം ദൈവം നടത്തുമെന്ന് നാം കാണുന്നു. കർത്താവിന് സ്തോത്രം. നമുക്ക് 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയിൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. മോശക്കുഞ്ഞിനെ സ്വന്തം മാതാവ് തൻ്റെ സ്വന്തം വീട്ടിൽ പാലൂട്ടി വളർത്തിയത് വലിയ ദൈവ നടത്തിപ്പായിരുന്നു. അബ്രഹാം, ഐസക്ക്, യാക്കോബ് ഇവരുടെയൊക്കെ ചരിത്രങ്ങളെല്ലാം മോശ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. എല്ലാറ്റിനും ഉപരി ജീവനുള്ള തൻ്റെ സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും ഇസ്രയേൽ പിതാക്കന്മാരുടെ യഹോവയുടെ കരുതൽ, സ്നേഹം, വാഗ്ദത്തങ്ങൾ മുഴുവൻ മോശ സ്വന്തം ഹൃദയത്തിൽ വളരെ പാവനമായി സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് തന്നെയാണ് മോശയുടെ അമ്മയപ്പന്മാരുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് 23-ാം വാക്യത്തിൽ ഊന്നി പറഞ്ഞത്. നമുക്ക് പുറപ്പാട് 2:23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇസ്രയേലിനെ വിടുവിക്കാനായി ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ഇതാ ദൈവം അതിനായി തിരഞ്ഞെടുത്ത മോശ രംഗത്ത് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജകൊട്ടാരത്തിൽ ചട്ടമനുസരിച്ച് അടുത്ത കിരീടാവകാശിയായി ലൈനിലായിരിക്കേണ്ട മോശ എബ്രായരുടെ പക്ഷത്ത് ചേർന്ന് അവരെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചതുമൂലം ഫറവോന്റെ വധഭീഷണിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് താമസിക്കേണ്ടി വരുന്നു. മോശയോടുകൂടി ദൈവാത്മാവ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ 4 വാക്യങ്ങളിലും നാം കാണുന്നത്. താൽക്കാലികമായ മായയായ സന്തോഷത്തെക്കാൾ താൻ ആരാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ ജനത്തോടുകൂടി കഷ്ടത അനുഭവിക്കുവാൻ തയ്യാറായ മോശയാണ് 24-ാം വാക്യത്തിൽ നാം കാണുന്നത്. 25-ാം വാക്യത്തിൽ ദീർഘവീക്ഷണം ഉള്ളവനായി ദൈവത്തിൽ നിന്നും ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾക്കായി രാജകീയ പദവികളെയും നിരസിച്ച മോശയാണ് നാം കാണുന്നത്. 26-ാം വാക്യത്തിൽ ഈജിപ്തിലെ ഈ സമ്പന്നതയേക്കാൾ ദൈവത്തിനു വേണ്ടി നിന്ന് സഹിക്കുന്നത് വലിയ സമ്പത്തായിട്ട് മോശ കണ്ടു എന്നാണ്. യഹോവയായ ദൈവം ഈ സമയം മോശയോട് നേരിട്ട് സംസർഗം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതായത് അപ്പോസ്തലപ്രവൃത്തി 7:23-ാം വാക്യത്തിൽ മോശ 40 വയസ്സുള്ളപ്പോഴാണ് ഈജിപ്റ്റ് വിട്ട് മിദ്യാനിൽ പോകേണ്ടി വന്നതെന്ന് നാം വായിക്കുന്നു. 40 വർഷം മിദ്യാനിൽ പോയി സിപ്പോറയെ വിവാഹം കഴിച്ച് 40 വർഷം അവിടെ താമസിച്ച ശേഷം ആണ് തിരിച്ച് ഈജിപ്തിലേക്ക് വരുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഏകദേശം 80 വയസ്സുള്ളപ്പോഴാണ് ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള അരുളപ്പാട് മിദ്യാനിലെ മുൾപടർപ്പിന്റെ നടുവിൽ നിന്നും അഗ്നിജ്വാലയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഈ 27-ാം വാക്യം നമ്മെ കാണിക്കുന്നത് അദൃശ്യനായ ദൈവത്തെ പരിപൂർണമായി വിശ്വസിച്ചത് മൂലമാണ് മോശ ഫറവോന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ട് മിദ്യാനിലേക്ക് പോയത് എന്നാണ്. ഫറവോനോട് ഉള്ള ഭയം കൊണ്ടാണ് മോശ മിദ്യാനിലേക്ക് പോയത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീബ്രൂസ് 11:27 ഒന്നുകൂടി വായിക്കണം. അത് തൻ്റെ അടിയുറച്ച വിശ്വാസം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത്. തീർച്ചയായും അന്നൊരു വധഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദൈവവിളിയും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ 28-ാം വാക്യത്തിൽ വായിക്കുന്നു: വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂളുകളുടെ
സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹായും ചോരത്തളിയും ആചരിച്ചു. 40 വർഷത്തിനു ശേഷം ദൈവവിളിപ്രകാരം മോശ തൻ്റെ ജനത്തെ വിടുവിക്കാനായി തിരികെ മിസ്രൈമിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളെല്ലാം അതുപടി അനുസരിച്ച് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് 9 ബാധകൾ കണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നടക്കുന്ന മോശ ദൈവം കൽപ്പിച്ച പെസഹ യാഗ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നു. അത് അവർ അനുസരിക്കുന്നത് മൂലം സംഹാരദൂതൻ അവരെ കടന്നുപോയി. രക്തം പുരണ്ട കട്ടകകൾ അവരുടെ കടിഞ്ഞൂലുകളെ സംരക്ഷിച്ചു. പ്രൈസ് ഗോഡ്. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമിൽ ചെയ്യാൻ നോക്കിയപ്പോൾ മുങ്ങിപ്പോയി. നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എന്തവസ്ഥയാകട്ടെ, നമ്മുടെ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഈ അവസ്ഥയിൽ നിന്നും മറികടക്കും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ വിശ്വാസത്തെ വളരെയധികം ടെസ്റ്റ് ചെയ്യുന്ന ടൈമാകുന്നു. എന്നാൽ നമ്മൾ ഈ വിശ്വാസത്തിൽ ഉറച്ച് ഒരു വ്യത്യാസവും വരാതെ കർത്താവ് നമ്മളെ നടത്തുന്ന വഴിയിൽ നമ്മളെ നടക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മുമ്പിൽ ചെങ്കടൽ, പിമ്പിൽ ഫറവോന്റെ പട, കിഴക്കൻ കാറ്റ് ദൈവം അടുപ്പിച്ച് 2 വശത്തേക്കും കരുതലായിട്ട് ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ മക്കൾ നടന്നതുപോലെ നമ്മുടെ ഈ വഴികളിൽ ദൈവം നമ്മളെ